മനോജായിരിക്കും ആദ്യം ആക്രമിക്കുക എന്ന് നതാലിയയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ നോട്ടം മുഴുവനും അവന്റെ മുഖത്തേക്കായിരുന്നു. ചിരി മായാതെ തന്നെ അവൾ താൻ ധരിച്ചിരുന്ന ഓവർകോട്ട് ഊരി സോഫയിലേക്ക് ഇട്ടു. കൗതുകത്തോടെ അവളെ നോക്കിക്കൊണ്ടുനിന്ന മനോജ് അനങ്ങിയില്ല. ഇറുകിയ സ്ലീവ്ലെസ് ബനിയനും ജീൻസും ധരിച്ചു നിന്ന നതാലിയയെ അറിയാതെ ആരും ഒന്ന് നോക്കി നിന്നു പോകുമായിരുന്നു. തുടർന്ന് അവൾ ഷൂസും ഊരിയിട്ടു. പിന്നീട് വളരെ ശ്രദ്ധയോടെ കഴുത്തിൽ ധരിച്ചിരുന്ന ഒരു ബ്രേസ്ലെറ്റും ഊരി സോഫയിലിട്ടു. തുടങ്ങാം എന്ന അർത്ഥത്തിൽ അവൾ മനോജിനെ നോക്കി മുഖം കുലുക്കി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കുലുങ്ങാതെ, മുഖത്തെ ചിരി മായാതെ അതിനെ നേരിടുന്ന ഒരു പ്രകൃതമാണ് നതാലിയയുടേത്. എപ്പോഴും ഒരു ഫൈറ്റിന് തയ്യാറാണവൾ. അതവളുടെ ഓരോ ചലനത്തിനും വ്യക്തമായിരുന്നു. മുഖഭാവത്തിന് അല്പം പോലും മാറ്റം വരുത്താതെ എതിരാളിയെ അടിച്ച് താഴെയിടാനും വേണ്ടി വന്നാൽ വകവരുത്താനുമുള്ള പരിശീലനം ലഭിച്ചവൾ. ഇവിടെ ഇപ്പോൾ അക്രമികൾ അപകടകാരികളാണ്, ആയുധധാരികളാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അവൾ കണ്ണടച്ചു തുറന്നു. മുഖത്തെ പുഞ്ചിരി മായാതെ തന്നെ തൻ്റെ ഇടത് കൈ ഉയർത്തി മനോജിന്റെ മുഖത്തിനു മുമ്പിൽ നിവർത്തിപ്പിടിച്ചു. മനോജ് എന്താണെന്ന് മനസ്സിലാകാതെ തിരിഞ്ഞ് പാർവതിയെ നോക്കി. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷത്തിൽ എല്ലാം തീർന്നു. അവന്റെ വാരിയലിന് താഴെയായി വലതുവശത്തായിരുന്നു ആദ്യ താടനം. ചുരുട്ടിപ്പിടിച്ച തന്റെ വലങ്കൈ മുഷ്ടി വലിച്ചെടുക്കുന്നതിനിടയിൽ തന്നെ ഇടം കൈകൊണ്ട് അവന്റെ മുഖം പുറകോട്ട് ആഞ്ഞു തള്ളി. ഒപ്പം ഒരു കറക്കത്തിലൂടെ അവന്റെ 2 കാലുകളും നിലത്തുനിന്ന് തട്ടിയുയർത്തി. അവൾ നിവർന്നപ്പോഴേക്കും അവൾ മനസ്സിൽ കണക്ക് കൂട്ടി അത്രയും ദൂരത്തേക്ക് തെറിച്ച് മലർന്നടിച്ച് വീണിരുന്നു മനോജ്. പ്രൊഫഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ കുപ്രസിദ്ധമായ ലിവർ ഷോട്ട് എന്നൊരു മാരകമായ പഞ്ചായിരുന്നു അത്. വളരെ കൃത്യമായി ലിവറിലേൽപ്പിക്കുന്ന പ്രഹരം എതിരാളിയെ നിമിഷങ്ങൾക്കുള്ളിൽ തറപറ്റിക്കും. അസഹ്യമായ വേദനയും ശ്വാസതടസ്സവും കൂടാതെ പൊടുന്നനെ രക്തസമ്മർദ്ദം കുറയാനും ഇത് കാരണമാകും. നതാലിയയെപ്പോലെ പരിശീലനം സിദ്ധിച്ച ഒരുവളുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു പ്രഹരമേറ്റാൽ മരണം വരെ സംഭവിക്കാം. ഡീ അലറിക്കൊണ്ട് പാഞ്ഞെടുത്ത മാത്തുക്കുട്ടിക്ക് മുൻപിൽ അവൾ തൻ്റെ വലം കാലുയർത്തി. കരാട്ടെ സ്കൂളുകളുടെ പരസ്യത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആ സ്റ്റെപ്പ് നേരിൽ കണ്ട അവൻ പകച്ചുപോയി എന്നതാണ് സത്യം. മിക്കപ്പോഴും ഇത്തരം സ്റ്റെപ്പുകളുടെ ലക്ഷ്യം തന്നെ അതാണ്: എതിരാളികളുടെ ശ്രദ്ധ തിരിക്കുക, മിസ് ഡയറക്ഷൻ. അവൻ്റെ കണ്ണുകൾക്ക് തൊട്ടു മുൻപിലാണ് അവളുടെ കാൽവിരലുകൾ. അവളത് മനോഹരമായി ചുഴറ്റിക്കൊണ്ടിരുന്നു. മാത്തുക്കുട്ടിയുടെ നോട്ടം അവളുടെ കൈകളിലേക്കായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് അവളത് രണ്ടും ചലിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധ തിരിക്കൽ മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കി വന്നപ്പോഴേക്കും അവളുടെ കാൽപാദം ഒരു ബ്ലേഡ് പോലെ അവൻ്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചിരുന്നു. അവൾ പ്രതീക്ഷിച്ചതുപോലെ അവൻ ആ കാലിൽ കടന്നു പിടിച്ചു. അടുത്ത നിമിഷം അവൾ ഉയർന്നു ചാടി വെട്ടിത്തിരിഞ്ഞ് തൻ്റെ 2 കാൽമുട്ടുകളും അവൻ്റെ തോളിൽ ഉറപ്പിച്ച് അവൻ്റെ തലമുടിയിൽ പിടുത്തമിട്ടു. നിസ്സഹായനായി മുകളിലേക്ക് നോക്കിയ മാത്തുക്കുട്ടിയുടെ മുഖത്ത് കൃത്യം കണ്ണുകൾക്കിടയിലായി ഒരൊറ്റ ഇടിയായിരുന്നു. 1 സെക്കൻഡ് നേരത്തേക്ക് തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞ മാത്തുക്കുട്ടി അലറിപ്പോയി. അപ്പോഴേക്കും തുടരെ സെക്കൻഡുകളിൽ 8 പഞ്ചുകൾ എന്ന തൻ്റെ റെക്കോർഡ് തിരുത്താനുള്ള ശ്രമത്തിലായിരുന്നു നതാലിയ. അതും താൻ ആദ്യം ഇടിച്ചെടുത്ത് തന്നെ തുടർച്ചയായി. അവൻ്റെ മൂക്കിൽ നിന്ന് വെളിയിൽ വന്നത് രക്തമായിരുന്നില്ല, സെറിബ്രൽ ഫ്ലൂയിഡായിരുന്നു. തലയോട്ടി തകർന്നു എന്ന് വ്യക്തം. തളർന്നു മുട്ടുകുത്തി നിന്ന അവനെ അവൾ വലിച്ചുയർത്തി തൻ്റെ മുമ്പിൽ നിർത്തി. ഈ സമയം അത്രയും തോക്ക് ചൂണ്ടി അമ്പരന്നു നിൽക്കുകയായിരുന്നു പാർവതി. ഒരു നിമിഷം പോലും ഒരിടത്ത് നിൽക്കാതെ ആ തോക്കിൻകുഴലിനെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടായിരുന്നു നതാലിയയുടെ നീക്കങ്ങൾ. ഇനിയങ്ങോട്ട് മാത്തുക്കുട്ടിയുടെ ശരീരം ഒരു പരിച പോലെ ഉപയോഗിക്കാനാണ് അവളുടെ പുറപ്പാട്. അയാളെ തൻ്റെ ശരീരത്തേക്ക് ചാരി നിർത്തി മുൻപോട്ട് നടത്തിച്ചു അവൾ. പാർവതിക്ക് തൊട്ടു മുൻപിലെത്തിയതും അവൾ പിടിപെട്ടു. മാത്തുക്കുട്ടി തളർന്ന് താഴേക്കിരുന്നു. ഒരു നിമിഷത്തേക്ക് അവനിലേക്കായി പാർവതിയുടെ ശ്രദ്ധ. എന്നാൽ ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു നതാലിയയ്ക്ക്. പാർവതിയുടെ തലക്കിരുവശവുമായി തൻ്റെ കൈപ്പത്തികൾ 2 നിവർത്തി ഒരൊറ്റയടി. ഒരു നിമിഷത്തേക്ക് തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട പോലെ തോന്നി പാർവതിക്ക്. തോക്ക് നതാലിയയുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. സിറ്റ് ഡൗൺ. നതാലിയ അവളെ മൃദുവായി പുറകോട്ട് തള്ളി സോഫയിലേക്കിരുത്തി. ഞാൻ പറയുന്നതുവരെ ഇനി നീ ശബ്ദിക്കരുത്. പാർവതിയെ നോക്കി ഗൗരവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്ന് നേരത്തെ ഊരിയിട്ടിരുന്ന തൻ്റെ ബ്രേസ്ലെറ്റ് എടുത്ത് വീണ്ടും കഴുത്തിലണഞ്ഞു. ഒപ്പം തൻ്റെ ഓവർകോട്ടും. കോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പോക്കറ്റിൽ എന്തോ തിരിഞ്ഞ് ഉറപ്പുവരുത്തിയിട്ടാണ് അവളത് ധരിച്ചത്. സോ ഇവൾ പ്രഭാകരൻ്റെ ആളാണല്ലേ? ചോദ്യം മിൽട്ടനോടായിരുന്നു. യെസ്. അയാൾ തലകുലുക്കി. ആദ്യമായി അവളുടെ ആക്ഷൻ നേരിൽ കണ്ട മിൽട്ടനും പതറിപ്പോയിരുന്നു. ഇവൾക്കാണോ നിങ്ങളാദ്യം മെത്ത് എത്തിച്ചു കൊടുത്തത്? അല്ല, ഞാൻ പ്രഭാകരന് ഒരു 300 ഗ്രാം കൊടുത്തു.
ഇവൾ അതിലെന്തൊക്കെയോ മിക്സ് ചെയ്ത് 500 ഗ്രാം ആക്കി. അതാണ് പിന്നീടവർ കൊച്ചിയിൽ മൊത്തം എത്തിച്ചത്. അത് വലിച്ച ഒരു പയ്യൻ. യെസ്, കേട്ടിരുന്നു. നതാലിയയിൽ നിന്നൊരു ദീർഘനിശ്വാസമുയർന്നു. ഇനിയുമുണ്ടോ നിങ്ങളുടെ കയ്യിൽ സാമ്പിൾ? ഉണ്ടെന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി. നല്ല ഐറ്റമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. പക്ഷേ ആദ്യം ഇവരെന്ത് ചെയ്യണമെന്ന് പറയൂ. ഓ, ഇവരോ? ഇയാൾ മരിച്ചു പോവുകയേ ഉള്ളൂ. ബ്രെയിൻ ട്രോമ. അവൾ മാത്തുക്കുട്ടിയെ നോക്കി തികഞ്ഞ ലാഘവത്തോടെയാണ് പറഞ്ഞത്. പിന്നെ അവൻ്റെ കാര്യവും പരിങ്ങലിലാണ്. റപ്ചേർഡ് ലിവർ, കരളിന് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടുത്താനായേക്കും. ഡേവിഡ് വന്നിട്ട് തീരുമാനിക്കാം. പിന്നെ ഇവൾ. നോട്ടം പാർവതിയിലേക്കായി. ഇവൾ സുന്ദരിയാണ്, എനിക്ക് ആവശ്യമുണ്ട്. അവൾ ചുണ്ടുകടിച്ച് ചിരിച്ചു. മിൽട്ടൺ ഒരു നിമിഷം നിശ്ചലനായി. അവൾ പറഞ്ഞതിനർത്ഥം? പാർവതിയുടെ സുന്ദരമായ മുഖത്ത് തന്നെ നോട്ടമുറപ്പിച്ച് മുഖത്തെ പുഞ്ചിരിമായാതെ നിൽക്കുകയാണ് നതാലിയ. പാർവതിയുടെ മുഖത്ത് വെറുപ്പും അവജ്ഞയുമെല്ലാം വന്നു നിറയുന്നത് കാണാമായിരുന്നു. വരൂ മിൽട്ടൺ. ഒടുവിൽ നതാലിയ നിവർന്നു. നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോകാം. എനിക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ താല്പര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇവളെ എന്തു ചെയ്യും? ഇടയ്ക്ക് കയറിക്കൊണ്ട് മിൽട്ടന്റെ ചോദ്യം. ഓ, ഇവളെ ഞാൻ ഇപ്പം തന്നെ ശരിയാക്കാം. നതാലിയ കുനിഞ്ഞ് പാർവതിക്ക് മുഖത്തോട് മുഖം നിന്നു. ഒന്നും പറയാനില്ലേ പാർവതി? എന്നെ തൊട്ടുപോകരുത്. പാർവതി ചീറി. നിനക്കറിയില്ല, ജോബിയെ അന്വേഷിച്ച് വന്നതാണ് ഞാൻ. അതുപോലെ തന്നെ എന്നെ അന്വേഷിച്ചും ആള് വരും. അത് പക്ഷേ ഇതുപോലെ 1-2 പേരായിരിക്കില്ല. ഞാൻ മിസ്സായെന്നറിഞ്ഞാൽ വരിക ഒരു പട തന്നെയായിരിക്കും. ബാക്കി വെക്കില്ല അവർ നിന്നെ. മതി. നതാലിയ അവളെ തുടരാൻ അനുവദിച്ചില്ല. ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് പാർവതിയുടെ മുഖത്തോടടുപ്പിച്ചു. ഗുഡ് നൈറ്റ്. സെക്കൻഡുകൾക്കുള്ളിൽ ബോധരഹിതയായ പാർവതിയെ അനായാസം ആ സോഫയിലേക്ക് തന്നെ മറിച്ചിട്ട് നതാലിയ അടുത്ത മുറിയിലേക്ക് നടന്നു. ആ തോക്ക്. മിൽട്ടൺ കൈനീട്ടി. അവൾ അത് ലോക്ക് ചെയ്ത് അവനെറിഞ്ഞു കൊടുത്തു. നതാലിയ. മിൽട്ടൺ ഞെട്ടിപ്പോയി. നിറച്ച തോക്കാണിത്. കമോൺ മാൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും ഈ ഭയവും തമ്മിൽ ചേർന്ന് പോകുന്നില്ലല്ലോ മിൽട്ടൺ. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചു. പേടിത്തൊണ്ടനാണ് നിങ്ങൾ. അവൾ കളിയാക്കി. ആ പേടി ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നു പെൺകുട്ടി. മിൽട്ടൺ അവളുടെ പരിഹാസം കാര്യമായി എടുത്തില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് പറ്റിയത് അതാണ്. അവർ അമിത ധൈര്യവും കാണിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഒരു തോക്ക് കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാമെന്നായിരുന്നു അവന്മാരുടെ വിചാരം. എന്നിട്ടെന്തായി? ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കാതെ തീർത്ത് കളഞ്ഞു വാൾട്ടർ. ആഹാ. നതാലിയ തിരിഞ്ഞു നിന്നു. പറയൂ, എനിക്ക് വാൾട്ടറിനെ പറ്റി എല്ലാം അറിയണം. എന്താ നിങ്ങൾ തമ്മിലുണ്ടായത്? ഒന്നും അറിയാനില്ല കുട്ടി. മിൽട്ടൺ ദീർഘനിശ്വാസം വിട്ടു. ഒരു ചെറിയ അശ്രദ്ധ പറ്റിയാൽ അവൻ എന്നെയും കൊല്ലും, അത്ര തന്നെ. ഒരു കാര്യം ചോദിക്കട്ടെ? അവളുടെ മുഖത്ത് ചിരി വിടർന്നു. എന്നെപ്പോലെ ഒരുത്തി ഇടയിലുണ്ടെങ്കിൽ വാൾട്ടർക്ക് നിങ്ങളെ ഉപദ്രവിക്കാനാകുമോ? മറുപടിയായി മിൽട്ടൺ പൊട്ടിച്ചിരിക്കുകയാണുണ്ടായത്. ബേബി, നിനക്ക് അയാൾക്ക് മുന്നിൽ 1 മിനിറ്റ് പോലും നിവർന്നു നിൽക്കാനാകില്ല. ഐ സീരിയസ്ലി ഡൗട്ട് ഇറ്റ്. അവൾ പുഞ്ചിരിയോടെ മുഷ്ടികൾ രണ്ടും ചുരുട്ടിക്കാണിച്ചു. ഈ മാർഷൽ ആർട്സ് സ്കില്ലൊക്കെ പുറത്തെടുക്കും മുമ്പേ അയാൾ നിന്നെ കീഴ്പ്പെടുത്തും കുട്ടി. വെറുതെ കണ്ണുകളിൽ നോക്കി നിന്ന് അയാൾക്ക് നിന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനാകും. ട്രാൻസ് എന്നറിയപ്പെടുന്ന ഒരുതരം അവസ്ഥ. എല്ലാം കഴിഞ്ഞ് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോഴേക്കും ആവശ്യമുള്ളതൊക്കെ എടുത്ത് അയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും. നതാലിയയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. സ്റ്റെല്ല പറഞ്ഞിരുന്നു അയാൾ വൂഡു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. അതാണോ നിങ്ങളീ പറയുന്നത്? വൂഡു എന്താണെന്ന് നിനക്കറിയാമോ നതാലിയ? അറിയില്ല മിൽട്ടൺ. പക്ഷേ ഇത്രയധികം പേര് ഇതിനെപ്പറ്റി വരിടായി നടക്കുന്നത് കാണുമ്പോൾ എനിക്കല്പം കൗതുകം തോന്നാതില്ല. ഈ വാൾട്ടർ കഥാപാത്രത്തെ എന്നെങ്കിലും ഒരിക്കൽ നേരിൽ കാണാൻ പറ്റണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാമല്ലോ. അതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിൽട്ടൺ പിറുപിറുത്തു. എന്താ? ഒന്നുമില്ല, നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. 1 മിനിറ്റ്. മിൽട്ടൺ സ്റ്റെല്ലയുടെ മുറിയിലേക്ക് കയറിപ്പോയി ഒരു പെട്ടിയുമായി തിരിച്ചു വന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ മറ്റൊരു ബെഡ്റൂമിലാണ് അവർ ബിസിനസ് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. മുറിയിൽ കയറിയതും മിൽട്ടൺ വാതിലടിച്ച് ബോൾട്ട് ഇട്ടു. ഇതാ. ആ പെട്ടി തുറന്ന് അയാൾ ബെഡിന് മുകളിലേക്ക് കുടഞ്ഞിട്ടു. അതിനുള്ളിൽ ആകെ ഉണ്ടായിരുന്നത് അയാളുടെ തോക്കും ഒരു മാഗസിനും ഒരു ചെറിയ പോളിത്തീൻ കവറുമായിരുന്നു. ആ കവറെടുത്ത് അയാൾ പൊളിച്ച് അതിനുള്ളിൽ നിന്നും ഗ്ലാസ് കഷ്ണങ്ങൾ പോലെയിരിക്കുന്ന ഒരു വസ്തു സൂക്ഷ്മതയോടെ ആ പെട്ടിയുടെ മുകളിലേക്ക് കുടഞ്ഞിട്ടു. ഇളം നീല നിറത്തിൽ തിളങ്ങുന്ന സ്ഫടിക കഷ്ണങ്ങൾ. 96% ശുദ്ധമായ ക്രിസ്റ്റൽ മെത്ത്. അയാൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി മാറി. ഇതിനേക്കാൾ ശുദ്ധമായത് സിനിമയിലും മറ്റും മാത്രമേ ഉണ്ടാകൂ. മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ശുദ്ധം. ഇത് നന്നായി പൊടിച്ച് പല പ്രാവശ്യം അരിച്ച് വീണ്ടും വീണ്ടും പൊടിച്ച് സ്മൂത്താക്കിയെടുത്താൽ
200 ഗ്രാം സ്വർഗമാണ് ഈ കിടക്കുന്നത് പെൺകുട്ടി. താല്പര്യമുണ്ടോ? ഇൻട്രസ്റ്റിംഗ്, നതാലിയ പിറുപിറുത്തു. പക്ഷേ ഈ 200 ഗ്രാം കൊണ്ട് എനിക്കെന്ത് ചെയ്യാനാകും? സാമ്പിൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ പോലും തികയില്ല. അതോർത്ത് വിഷമിക്കണ്ട, ഒരൊറ്റയടിക്ക് 20 കിലോ ഞാനിവിടെ എത്തിച്ചു തരാം. പിന്നെ നതാലിയ ചിരിച്ചു തള്ളി. 20 കിലോ? നീ എന്താ തമാശ പറയുകയാണോ? ചിരിക്കണ്ട, ഗോവയിൽ ഞാൻ ഈ സാധനം എത്തിച്ചു കഴിഞ്ഞു. പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ അത് ഗോവ മാർക്കറ്റിൽ ഇറങ്ങും. നിനക്ക് കസ്റ്റംസിൽ ആളുണ്ടെങ്കിൽ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്ക്. സെന്റ് ജോർജ് ക്രിസ്റ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. അവർക്ക് പോലും അറിയില്ല അവർ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ സ്പെഷ്യൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്താണെന്ന്. ഗോവയിലെ തന്നെയുള്ള ഒരു വമ്പൻ ബിസിനസ്സുകാരൻ്റെ വീട്ടിലെ സ്കൈലൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഈ ഗ്ലാസുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ബാക്കി നിനക്ക് ഊഹിക്കാമല്ലോ. സെയിന്റ് ജോർജ് അല്ലേ? നതാലിയുടെ മുഖത്തൊരു ചെറു ചിരി വിടർന്നു. വിശുദ്ധന്റെ പേരിൽ നടത്താൻ പറ്റിയ കച്ചവടം. അതുപോട്ടെ, നിങ്ങൾ ഇന്ന് രാവിലെ പറഞ്ഞത് സ്റ്റെല്ലയെ തിരിച്ചു കൊടുത്ത് വാൾട്ടറുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നു എന്നല്ലേ? വഴികളൊക്കെ അടഞ്ഞു എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതല്ലേ? ഇപ്പോ എന്റെ മുമ്പിൽ ഒരു പുതിയ വഴി തുറന്നിരിക്കുന്ന പോലെ തോന്നി. നതാലിയ ആലോചനയിലാണ്ടു. നിനക്കൊരു ഇമ്പോർട്ടഡ് ലൈസൻസ് ഉണ്ടായാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. പിന്നെ ഈ 200 ഗ്രാം നിനക്കെടുക്കാം, ഫ്രീ ആയി. ഡേവിഡ് വരട്ടെ. നതാലിയ എഴുന്നേറ്റ് വാതിലിന് നേരെ നടന്നു. ആ ഡേവിഡ്. മിൽട്ടന് പെട്ടെന്നെന്തോ ഓർമ്മ വന്നു. ഡേവിഡും നീയും തമ്മിൽ എങ്ങനെയാണ് പരിചയം? അതെന്തൊരു ചോദ്യമാണ്. എൻ്റെ വർക്കിംഗ് പാർട്ട്ണർ അല്ലേ ഡേവിഡ്. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു സംശയം? എത്ര കാലമായി നിങ്ങൾ തമ്മിൽ പരിചയം? നതാലിയയ്ക്ക് പെട്ടെന്നെന്തോ പന്തികേട് തോന്നി. മിൽട്ടന്റെ സംസാരത്തിന്റെ ടോൺ മാറിയ പോലെ. യു സീ നതാലിയ, എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്റർപോളിന് കിട്ടിയാൽ. മിൽട്ടൺ പുഞ്ചിരിച്ചു. ഇന്റർനാഷണൽ കോർട്ടിലായിരിക്കും എന്നെ വിസ്തരിക്കുക. അത്രയ്ക്കുണ്ട് എൻ്റെ കലാപരിപാടികൾ. മിനിമം 25 വർഷം ഞാൻ അകത്താകും. എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ഒരു മടിയും കൂടാതെ നിന്നോട് തുറന്നു പറഞ്ഞത്. സോ ഇനിയും നീ എന്നോട് രഹസ്യം സൂക്ഷിക്കുന്നത് മര്യാദയാണോ നതാലിയ? മിസ്റ്റർ മിൽട്ടൺ, അവളുടെ സ്വരം മാറി. നമ്മൾ തമ്മിൽ യാതൊരുവിധ ഡീലുകളും ഇല്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ. എനിക്ക് നിങ്ങളോട് ഒരു കടപ്പാടുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡേവിഡ് വരട്ടെ എന്ന്. അവൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അറ്റ്ലീസ്റ്റ് നിന്റെ പേരെങ്കിലും ഒന്ന് പറയൂ. നതാലിയ എന്തായാലും നിന്റെ യഥാർത്ഥ പേരല്ലെന്ന് ആർക്ക് മനസ്സിലാകും? സോറി മിൽട്ടൺ. നതാലിയ പുഞ്ചിരിച്ചുകൊണ്ട് വാതിലിന് നേരെ നടന്നു. ഈ കാണുന്നതാണ് ഞാൻ. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പ്ലീസ് ലെറ്റ് us ബി പ്രൊഫഷണൽ. പോകാൻ വരട്ടെ. മിൽട്ടൺ ആ തോക്കുകൊണ്ട് അവളെ തടഞ്ഞു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? അയാൾ ആ തോക്കിൻ്റെ അഗ്രം കൊണ്ട് അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ ബ്രേസ്ലെറ്റിൽ പതിയെ തട്ടി. ഈ മാല എവിടുന്ന് കിട്ടി നിനക്കിത്? നതാലിയ കുനിഞ്ഞ് ബ്രേസ്ലെറ്റിലേക്ക് നോക്കി. യു സീ നതാലിയ, ഞാൻ കാണുമ്പോഴെല്ലാം നീ ഇത് ധരിച്ചിരുന്നു. ഏത് ഡ്രസ്സിൻ്റെയും കൂടെ നിനക്കിത് വേണം. അല്പം മുമ്പ് അവന്മാരെ നേരിടാൻ നേരത്ത് മാത്രമാണ് ഇതൊന്ന് ഊരിവെച്ച് കണ്ടത്. ഞാൻ നിന്നെ കുറ്റം പറയുകയില്ല. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ പതക്കമാണ്. ആ സ്വർണ്ണപ്പതക്കത്തിലൂടെ അയാൾ വിരലോടിച്ചു. അസാധാരണ വലിപ്പമുള്ള അതിൻ്റെ മധ്യത്തിലായി ഒരു വലിയ കറുത്ത വജ്രം പതിപ്പിച്ചിരുന്നു. അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. മിൽട്ടൺ, അവൾ മന്ത്രിച്ചു. ഞാൻ കരുതിയാലും വളരെ സ്മാർട്ടായ ഒരു മനുഷ്യനാണ് നിങ്ങൾ. ഇതാണ് എൻ്റെ കഥ, ഡേവിഡ് പറഞ്ഞു നിർത്തി. പിറവത്ത് തന്നെയുള്ള ഒരു പള്ളി സെമിത്തേരിയിലായിരുന്നു അവർ. അയാളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു ശ്മശാനത്തേക്കാൾ നല്ലൊരു സ്ഥലം വേറെയില്ലെന്ന് തോന്നിയിട്ടാണ് ഡേവിഡ് വാൾട്ടറെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. ആ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയ തൻ്റെ ജീവിതകഥ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അയാളിപ്പോൾ. വാൾട്ടർ തികഞ്ഞ ഗൗരവത്തോടെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. സോറി, സ്റ്റെല്ലയെ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന് താങ്കൾ കരുതരുത്. നിങ്ങളെക്കാൾ അവൾ സുരക്ഷിതയായിരിക്കുക എൻ്റെ ഒപ്പമാണ്. ഹൗ ഡെയർ യു? വാൾട്ടർ എഴുന്നേറ്റു. നിങ്ങളുടെ മകൾ സേഫാണ് മിസ്റ്റർ വാൾട്ടർ. ഉടൻ തന്നെ ഈ നാടകമെല്ലാം തീരും. അവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എല്ലാം ഭംഗിയെ അവസാനിക്കും. ട്രസ്റ്റ് മീ. ഡേവിഡിന് വാൾട്ടറോടുള്ള ഭയം മാറിയിരിക്കുന്നു ഇപ്പോൾ. ഗെറ്റപ്പ്. വാൾട്ടർ കൈകൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് അവിടെ വിശ്രമിക്കാനായി ഒരുക്കിയിരിക്കുന്ന ഷെഡിലേക്ക് നടന്നു. ശവക്കല്ലറുകൾക്ക് മുകളിൽ കയറിയിരിക്കരുത്. ഷോ സം റെസ്പെക്ട്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം മിസ്റ്റർ വാൾട്ടർ. ഡേവിഡ് സ്വരം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അയാളെ അനുഗമിച്ചു. ഞാൻ എല്ലാതും തുറന്നു പറഞ്ഞു. എൻ്റെ ജീവൻ തന്നെ അപകടത്തിലായേക്കാവുന്ന രഹസ്യങ്ങൾ. നിങ്ങളെ അത്രമാത്രം ഞാൻ വിശ്വസിക്കുന്നുണ്ട് വാൾട്ടർ. സോ പ്ലീസ് ടെൽ മീ, എന്താണ് നിങ്ങളും മിൽട്ടനും തമ്മിലുള്ള പ്രശ്നം?
നിങ്ങൾക്കോ സ്റ്റെല്ലയ്ക്കോ യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ഡേവിഡ്, വോൾട്ടറുടെയും സ്വരം താഴ്ന്നിരുന്നു. നിങ്ങളുടെ ഒരു പ്രത്യേകത എനിക്ക് വളരെ ഇഷ്ടമായി. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. എനിക്കെന്നും ഇത്തരക്കാരെ ബഹുമാനവുമാണ്. അതുകൊണ്ട് മാത്രം എല്ലാം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ മിൽട്ടനെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. അവനെ എനിക്ക് വേണം. എൻ്റെ ജീവിതം തകർത്തവനാണ് അവൻ. എൻ്റെ മാത്രമല്ല, എണ്ണിയാൽ തീരാത്ത കുടുംബങ്ങൾ, എത്രയോ രാജ്യങ്ങളിൽ എത്രയോ ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു അവൻ ഒരുത്തൻ കാരണം. വാൾട്ടർ വീണ്ടും പല്ലുകൾ ഞെരിച്ചു. മനസാക്ഷിയില്ലാത്തവന്മാരാണ് ഇവരൊക്കെ. മിൽട്ടൺ, പ്രഭാകരൻ, അങ്ങനെയുള്ളവരൊന്നും ഈ ലോകത്തിൽ പാടില്ല ഡേവിഡ്. ഞാനതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഡേവിഡ് തലകുലുക്കി സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിൽട്ടൺ, അവനെ എനിക്ക് ജീവനോടെ വേണം. അവൻ എൻ്റെ രാജ്യത്ത് നടത്താനിരിക്കുന്ന ആ കച്ചവടം എനിക്ക് കണ്ടെത്തി അത് തടഞ്ഞേ തീരൂ. എനിക്കാകെ വേണ്ടത് ഒരു അഡ്രസ്സാണ്. ആരുടെ പേരിലാണ് അവൻ ഈ വിഷം ഇവിടെ എത്തിക്കുന്നതെന്ന് മാത്രം. അവനെ കെട്ടിക്കഴിഞ്ഞാൽ വാൾട്ടർ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, മിൽട്ടൺ പിന്നെ താങ്കളുടേതാണ്. നിനക്കവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദാ ഈ തോക്ക് കണ്ടോ? ഡേവിഡ് ഷർട്ടിൻ്റെ സ്ലീവിനുള്ളിൽ നിന്നും തൻ്റെ പിസ്റ്റൾ പുറത്തേക്കെടുത്തു. അതിൻ്റെ ഹാൻഡ് ഗ്രിഡിൽ പതിപ്പിച്ചിരിക്കുന്ന എംബ്ലം അയാൾ വാൾട്ടർക്ക് കാണിച്ചു കൊടുത്തു. ഇതിനുള്ളിലെ ഓരോ ബുള്ളറ്റിലും ഈ എംബ്ലം പതിച്ചിട്ടുണ്ട്. ഈ തോക്കുകൊണ്ട് ആരെങ്കിലും വെടിവെച്ചാൽ പോസ്റ്റ്മോർട്ടം ടേബിൾ വരെ ആ കേസുണ്ടാകും. പിന്നെ ആ കേസ് ഫയലടക്കം അപ്രത്യക്ഷമാകും. ഞാൻ വേണ്ട അറേഞ്ച്മെൻറ്റുകൾ ചെയ്യാം. നിനക്കവനെ ഷൂട്ട് ചെയ്യാം. വേണ്ട ഡേവിഡ്. വാൾട്ടർ അത് വാങ്ങിയില്ല. എല്ലാം കഴിയുമ്പോൾ നീ അവനെ എൻ്റെ മുമ്പിലൊന്ന് കൊണ്ടുവന്ന് നിർത്തിയാൽ മാത്രം മതി. ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. ദാറ്റ്സ് ആൾ. ഡീൽ. ഡേവിഡ് ഹസ്തദാനത്തിന് കൈനീട്ടി. ഇനി പറയൂ, എന്താണ് നിങ്ങളുടെ കഥ? എന്തുകൊണ്ട് വാൾട്ടർ ലെവിൻ മിൽട്ടൺ ലൂയിസിനെ അവസാനിപ്പിക്കാനായി എൻ്റെ നാട്ടിലെത്തി? ഫ്ലാഷ് ബാക്ക്. തൻ്റെ മുമ്പിൽ തലകുമ്പിട്ടിരിക്കുന്ന വാൾട്ടറെ നോക്കിയിരുന്ന ക്രിസ്റ്റഫർ അക്ഷോഭ്യനായിരുന്നു. നീ എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും നിന്റെ ഇഷ്ടം പറഞ്ഞിരുന്നോ? വാൾട്ടർ തലയുയർത്തി. വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത്. എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം, സത്യത്തിൽ അവൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു എൻ്റെ ഇഷ്ടം. ഐ ആം സോറി സൺ. ക്രിസ്റ്റഫർ അവൻ്റെ തലമുടി തഴുകി. നിന്നെ ഒരു പക്ഷേ അങ്ങനെ കാണാൻ അവൾക്കാകില്ലായിരിക്കും. പക്ഷേ നിനക്ക് പകരം അവൾ കണ്ടെത്തിയ ഈ മിൽട്ടൺ, അതെനിക്ക് അനുവദിച്ചു കൊടുക്കാനാവില്ല. ക്രിസ്റ്റഫർ പല്ലിഞ്ഞിരിച്ചു. വാട്ട്? വാൾട്ടർ അമ്പരന്നു. അവർ തമ്മിൽ സ്നേഹത്തിലാണ് പപ്പ. വിവാഹ തീയതി വരെ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ അവളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല. അതിപ്പോൾ മിൽട്ടനല്ല, ആരായിരുന്നാലും. വൃദ്ധനിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. നിനക്കെന്തറിയാം കുട്ടി? ഈ മിൽട്ടൺ ആരാണെന്നാണ് നീ കരുതിയിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞ കഥയല്ലേ പപ്പ. അവനിപ്പോൾ വളരെ മാറിയിരിക്കുന്നു. പഴയ ബിസിനസ് ഒന്നുമല്ല. ഇപ്പോൾ അവന് ആൻറ്റി കാറുകളുടെ കച്ചവടമാണ്. അന്നുണ്ടായ ആ മയക്കുമരുന്ന് കേസെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. നീ ഇത്ര സ്റ്റുപ്പിഡായിപ്പോയല്ലോ വാൾട്ടർ. ക്രിസ്റ്റഫർ ബന്ധപ്പെട്ട് എഴുന്നേറ്റുന്നു. നിനക്കറിയാമോ, പകരം വീട്ടുന്നതാണ് അവൻ നിന്നോട്, എന്നോട്, നമ്മുടെ കുടുംബത്തോട് മുഴുവൻ. വാൾട്ടർ ആകെ അന്തം വിട്ട് പിതാവിനെ നോക്കിയിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പപ്പ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവനെന്തിന് നമ്മളോട് പകരം വീട്ടണം? നമ്മളെന്ത് ചെയ്തിട്ട്? അവൻ്റെ അപ്പനെ ജയിലിലാക്കിയതിന്. ക്രിസ്റ്റഫറുടെ ശബ്ദം ഒരു ഇടുത്തി പോലെയാണ് വാൾട്ടറുടെ ചെവിയിൽ വീണത്. അതേ കുഞ്ഞെ, ഞാനാണ് അയാളുടെ ഈ ബിസിനസ് പോലീസിൽ അറിയിച്ചത്. എല്ലാവരുടെയും മുമ്പിൽ മാന്യനെ അഭിനയിച്ച് ആത്മാർത്ഥ കൂട്ടുകാരനായ എന്നെ വരെ തെറ്റിദ്ധരിപ്പിച്ച് ആ ബാസ്റ്റഡ് അയാളുടെ ക്ലേ ഫാക്ടറിയിൽ ഈ വിഷം ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞത് വാൾട്ടറിന് അപ്പോഴും വിശ്വസിക്കാനായില്ല. അവൻ എന്നെ കൊന്നുകളയും വാൾട്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പേടി സ്വപ്നം, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലാവുന്നു. എൻ്റെ സ്വപ്നത്തിലെ ആ പെൺകുട്ടി, അത് മാഗിയാണ്. അവളെ പിന്നിൽ നിന്നും കുതിരപ്പുറത്ത് വന്ന് കുത്തിവീഴ്ത്തുന്ന ആ പടയാളി, അതവനാണ്, മിൽട്ടൺ ലൂയിസ്. ഇരു കൈകൾ കൊണ്ടും തൻ്റെ മുഖം അമർത്തി തുടർച്ചുകൊണ്ട് വാൾട്ടർ എഴുന്നേറ്റു. ഇന്നുവരെ എന്നോട് പപ്പ ഇതേപ്പറ്റിയൊന്നും പറഞ്ഞിരുന്നില്ല. മോനെ, അത് ശരിയല്ല. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നീ ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. എത്ര പ്രാവശ്യം ഞാൻ ശ്രമിച്ചു. ഇനി നമുക്ക് എന്തു ചെയ്യാനാകും? ഇത് മാഗി അറിഞ്ഞാൽ ആ പാവം തകർന്നു പോകും. വിവാഹത്തെപ്പറ്റി ഓർത്ത് വല്ലാതെ എക്സൈറ്റഡ് ആണ് അവൾ. വൃദ്ധൻ അതിന് മറുപടി പറയാതെ തല നിഷേധാർത്ഥത്തിൽ ആട്ടിക്കൊണ്ടിരുന്നു. നമുക്കിനി ഇതിലിടപെടാനാകില്ല പപ്പ. ചിലപ്പോൾ ഇതെല്ലാം നമ്മുടെ തോന്നലാകും. ഇന്നവനെ വീണ്ടും കണ്ടപ്പോൾ അവനെ ആ പഴയ ആളെ കാണാൻ എനിക്ക് തോന്നിയില്ല. വല്ലാതെ മാറിയിരിക്കുന്നു. പെരുമാറ്റത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ടായിരുന്നു.
അപ്പൻ ജയിലിലായ വിഷമത്തിൽ ഹൃദയം തകർന്നാണത്രേ അവൻ്റെ അമ്മ മരിച്ചുപോയത്. വാൾട്ട്, ക്രിസ്റ്റഫർ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ അമ്മ മരിച്ചത് ഒരു കാർ ആക്സിഡന്റിലാണ്. നിന്നെ അവൻ വളരെ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ. എത്ര നേരത്തെ നീ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവൻ്റെ അടുത്ത നീക്കത്തിൽ നീ തകർന്നു പോകും. വാൾട്ടർ ആകെ ചിന്താധീനനായിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. മാഗിക്ക് നിന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ അതെന്തു തന്നെയായിരുന്നാലും ഈ ചതിയൻ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല വാൾട്ട്. അദ്ദേഹത്തിൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. പക്ഷേ പപ്പാ, വാൾട്ടർ എന്തോ പറയാൻ ആഞ്ഞതാണ്. പക്ഷേ ക്രിസ്റ്റഫർ സമ്മതിച്ചില്ല. അദ്ദേഹം പതിയെ എഴുന്നേറ്റ് വാൾട്ടറുടെ തോളിൽ പിടിച്ചുകൊണ്ട് ബേസ്മെന്റിന്റെ വാതിൽ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഞാൻ അതിനകത്തേക്കില്ല. വാൾട്ടറിന്റെ ഭാവം മാറി. പപ്പയ്ക്ക് അറിയാവുന്നതാണ് എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഐ ആം നോട്ട് എ വൂഡു മാൻ. നീ ഇന്ന് എൻ്റെ കൂടെ വന്നേ പറ്റൂ വാൾട്ടർ. ഇനി നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നാണ് ആ ദിവസം. എൻ്റെ മകൻ അവൻ്റെ യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടങ്ങി വരുന്ന ആ ദിവസം. വൃദ്ധന്റെ വിരലുകൾ അസാമാന്യ ശക്തിയോടെ അവൻ്റെ തോളിൽ ആഴ്ന്നിറങ്ങി. അസാധാരണമായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. തുടർന്ന് നടന്നതെല്ലാം അവിശ്വസനീയമായ സംഭവങ്ങളായിരുന്നു വാൾട്ടറിന്. ക്രിസ്റ്റഫറിന്റെ കിതപ്പ് കൂടി വന്നു. അയാളുടെ മുഖത്തുകൂടി വിയർപ്പുചാലുകൾ ഒഴുകി തുടങ്ങിയിരുന്നു. പക്ഷേ വാൾട്ടർക്ക് മനസ്സിലായില്ല എന്താണ് നടക്കുന്നതെന്ന്. അടുത്ത നിമിഷം ആ കതക് പൂട്ടിയിരുന്ന ഭാരിച്ച താഴ് പെട്ടെന്ന് തനിയെ തുറന്ന് താഴേക്ക് വീണു. വാൾട്ടർ അന്തം വിട്ടുപോയി. വരൂ, അപ്പൻ മകനെ തള്ളി ആ വാതിലിനടുത്തെത്തിച്ചു. അതോടെ ആരോ ഉള്ളിൽ നിന്ന് തള്ളിയാൽ എന്നവണ്ണം ആ കതക് തനിയെ തുറന്നു. എന്തൊക്കെയായി നടക്കുന്നത്? വാൾട്ടർ അമ്പരന്ന് പിതാവിനെ നോക്കിയപ്പോൾ നടുങ്ങിപ്പോയി. ചുട്ടുപഴുത്ത ഏതോ ലോഹം കൊണ്ടുണ്ടാക്കിയ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. കണ്ണുകൾ ചുവന്ന് തീക്കട്ടകൾ പോലെ തിളങ്ങുന്നു. ശരീരത്തിൽ നിന്ന് ആവി പാറുന്ന പോലെ തോന്നി. നടക്ക്, ആജ്ഞാസ്വരം. ഒരേ സമയം പലർ പറഞ്ഞ പോലെ തോന്നി ആ ശബ്ദം. വാൾട്ടർ തിരിഞ്ഞ് ബേസ്മെന്റിലേക്ക് നോക്കി. ചുവന്ന ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ ഒരു അഗ്നികുണ്ഡം എരിയുന്ന പോലെ. ഒരു മരഗോവണിയിൽ കൂടി വേണം താഴേക്കിറങ്ങാൻ. എന്തോ ഒരു അമാനുഷിക ശക്തി തന്നെ കീഴ്പ്പെടുത്തുന്നതായി വാൾട്ടർ അറിഞ്ഞു. സ്വയം അറിയാതെ എന്ന വണ്ണം അയാൾ ഓരോ പടികളായി താഴേക്കിറങ്ങി. നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് വാൾട്ടർ. പുറകിൽ നിന്ന് ക്രിസ്റ്റഫറിന്റെ ശബ്ദം മുഴങ്ങി. നിനക്ക് 3.5 വയസ്സ് പ്രായമായ അന്നു മുതൽ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അന്ന് നിന്റെ അമ്മ മരിച്ച അന്നു മുതൽ. ക്രിസ്റ്റഫറിന്റെ സ്വരമിടറി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പപ്പ. വാൾട്ടർ തിരിഞ്ഞ് നിസ്സഹായനായി പപ്പയെ നോക്കി. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും. ഇനി എതിർക്കേണ്ട. ക്രിസ്റ്റഫർ അവനെ തുടരാൻ സമ്മതിച്ചില്ല. അവർ ബേസ്മെന്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവിടെ ഭിത്തി നിറയെ പലതരം കൊച്ചു കൊച്ചു പ്രതിമകളാൽ അലങ്കരിച്ചിരുന്നു. അതിനിടയിൽ മിന്നിത്തെളിയുന്ന ചെറിയ വിളക്കുകൾ. ഒരു മൂലയിലായി അനേകം അസ്ഥികഷ്ണങ്ങളും തലയോട്ടികളും കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇടയ്ക്കിടെ അതിനുള്ളിൽ നിന്നും ചെറിയ തീപ്പൊരികൾ പാറി. പാമ്പ് ചീറ്റുന്ന പോലെയുള്ള ഒരു തരം ശബ്ദമുണ്ടായിരുന്നു അവിടെ. മുറിയുടെ മധ്യത്തിലായി ഒരു മേശയിൽ കുറെ മെഴുകുതിരികൾ. ക്രിസ്റ്റഫർ അടുത്തേക്ക് ചെന്നതും അവ സാവധാനം പ്രകാശിക്കാൻ തുടങ്ങി. മേശമേൽ ഒരു വലിയ ബോർഡുണ്ടായിരുന്നു. ഓജോ ബോർഡിന് വളരെ സാമ്യം തോന്നിപ്പിച്ചു അത്. പക്ഷേ എഴുതിയിരുന്ന ഭാഷ വാൾട്ടർക്ക് മനസ്സിലായില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തൊക്കെയോ അക്ഷരങ്ങളും അക്കങ്ങളും. കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ ബോർഡ്. അതിനു താഴെ അടുക്കി വെച്ചിരിക്കുന്ന 4 പാവകൾ വാൾട്ടർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള വൂഡു ഡോളുകൾ. അയാൾ വീണ്ടും തിരിഞ്ഞ് വാൾട്ടറെ നോക്കി. നീ മരിച്ചു പോകേണ്ടവനായിരുന്നു വാൾട്ടർ. ശാന്തനായി ക്രിസ്റ്റഫർ സംസാരിച്ചു തുടങ്ങി. 3.5 വയസ്സ് പ്രായത്തിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടന്നു നീ. ഈ ബേസ്മെന്റിൽ നിനക്കായി ഞാനൊരു കൊച്ചു ശവപ്പെട്ടി തയ്യാറാക്കിയതാണ്. ക്രിസ്റ്റഫർ വിങ്ങിപ്പൊട്ടി. നിനക്കറിയുമോ, ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച് ഉപേക്ഷിച്ചതാണ് ഞാൻ ഈ ആഭിചാര കർമ്മങ്ങൾ. പക്ഷേ അന്ന് നിന്റെ അമ്മ എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചു. വേറൊരു മാർഗവുമില്ലായിരുന്നു. നീ മരിച്ചുപോയാൽ പിന്നെ അവൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ ഞാനതിന് തയ്യാറായി. ക്രിസ്റ്റഫർ ആ അസ്ഥി കഷ്ണങ്ങളിലേക്ക് വിരൽ ചൂണ്ടി. മരിച്ചുപോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ശേഷിപ്പുകളാണത്. എന്തു സഹായത്തിനും നമുക്കവരെ വിളിച്ചു വരുത്താം. പക്ഷേ അവർ ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. പപ്പ എന്തൊക്കെയായി പറയുന്നത്? വാൾട്ടർ ഇതെല്ലാം കണ്ടിട്ടും അപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. നിന്നെ എനിക്കവർ തിരിച്ചു തന്നു. പക്ഷേ പകരം അവർ ചോദിച്ചത്. ക്രിസ്റ്റഫറിന്റെ സ്വരം വീണ്ടും ഇടറി. അമ്മ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നാണെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. വാൾട്ടറുടെ സ്വരം തീരെ ദുർബലമായിരുന്നു. അതേ കുഞ്ഞെ. ക്രിസ്റ്റഫറിൽ നിന്ന് ദീർഘനിശ്വാസം മുതിർന്നു.
ഹൃദയം തകർന്നു തന്നെയാണ് നിന്റെ അമ്മ മരിച്ചത്. പക്ഷേ സത്യത്തിൽ അവൾ അവളുടെ പിതാമഹന്മാരോട് ചേർന്നു. അതാണ് ഉണ്ടായത്. പപ്പ. വാൾട്ടർ പിതാവിനെ ചേർത്ത് പിടിച്ചു. നോക്കൂ. പിടിവിടിവിച്ച് ക്രിസ്റ്റഫർ മുൻപോട്ട് ചെന്ന് ഒരു പാവ കയ്യിലെടുത്തു. മാഗിക്ക് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നിനക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകും. അവളുടെ ഒരു മുടിയിഴ മാത്രം മതി. ഈ പാവയിലൂടെ നിനക്ക് അവളുടെ മനസ്സിനെ സ്വാധീനിക്കാനാവും. അങ്ങനെ നീയില്ലാതെ ഒരു ജീവിതം അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാതാകും. പക്ഷേ ഒരു ആഭിചാര കർമ്മത്തിലൂടെ കിട്ടുന്ന അവളുടെ സ്നേഹം എനിക്കെന്തിനാ പപ്പ? അതെ, അതുതന്നെയാണ് ഞാനും പറയാൻ വന്നത്. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം. വൃദ്ധൻ ഒന്ന് നിർത്തി. പക്ഷെ മിൽട്ടൺ, അവനെ നമുക്ക് തടയണം. അതിനിങ്ങനെ എന്തെങ്കിലും പ്രയോഗിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ അപകടമാണ് കുഞ്ഞെ. അവൻ നമ്മുടെ മാഗിയെ ചിലപ്പോൾ ഇല്ലായ്മ ചെയ്തെന്ന് വരും. എന്നോട് പ്രതികാരം ചെയ്യാനായി അവൻ എന്തിനു മാഗിയെ? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല വാൾട്ട്. ക്രിസ്റ്റഫറുടെ സ്വരം ഉറച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിതാമഹന്മാർ തരുന്ന മുന്നറിയിപ്പുകളാണ് നമ്മുടെ പല സ്വപ്നങ്ങളും. തൽക്കാലം അവളെ കൊല്ലാനൊന്നും അവന് പ്ലാൻ ഉണ്ടായിരിക്കുകയില്ല. നിന്നെ മാനസികമായി തകർക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ കാണൂ. പക്ഷേ മാഗി ഒരു പോലീസ് ഓഫീസറാണ്. എന്തായാലും ഒരിക്കൽ അവൾ അവൻ്റെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അന്ന് അവൻ അവളെ ഒഴിവാക്കിയേ തീരൂ എന്ന് വരും. അതാണ് നമ്മൾ ഭയക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ അവനെ തീർക്കണം. തുടർന്ന് മേശമേലിരുന്ന ഒരു തടിച്ച പുസ്തകമെടുത്ത് അയാൾ വാൾട്ടറെ ഏൽപ്പിച്ചു. 400 വർഷത്തോളം പഴക്കമുണ്ട് ഈ പുസ്തകത്തിന്. നിനക്ക് അറിയേണ്ടതെല്ലാം ഇതിലുണ്ട്. നീ ഇന്നുവരെ ചിന്തിച്ചിരുന്ന യുക്തിവാദമെല്ലാം മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഞാനെല്ലാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അവസാനം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ നീ പുരാതന ആഫ്രിക്കൻ ഭാഷ പഠിച്ചേ തീരൂ. കാരണം മന്ത്രങ്ങളും പാട്ടുകളുമെല്ലാം ആ ഭാഷയിൽ തന്നെ ഉരുവിട്ടേ മതിയാകൂ. വാൾട്ടർ നിശബ്ദനായി. അല്പനേരം ആ പുസ്തകത്തെ സൂക്ഷിച്ചു നോക്കി. മരപ്പലകയിൽ പിച്ചള കൊണ്ട് കൊത്തുപണി ചെയ്തതാണ് അതിൻ്റെ പുറംചട്ട. ആവശ്യമെങ്കിൽ ഒരു താഴിട്ട് പൂട്ടാവുന്ന വിധത്തിലാണ് നിർമ്മിതി. അയാൾ സാവധാനം ആദ്യ പേജ് തുറന്നു. അടുത്ത നിമിഷം കണ്ണു മഞ്ഞളിച്ചു പോകുന്ന ഒരു പ്രകാശം അയാളെ വന്നു മൂടി. പിന്നെ അയാൾ കണ്ണു തുറക്കുമ്പോൾ ഒരു കടൽക്കരയിലാണ്. അതിസുന്ദരമായ ഒരു കടൽ തീരം. അന്തമില്ലാതെ നീണ്ടുകിടക്കുന്ന തൂവെള്ള മണൽപ്പരപ്പ്. പഞ്ഞിമേത്തയിൽ ചവിട്ടി നിൽക്കുന്ന പോലെ തോന്നി അയാൾക്ക്. ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നിയപ്പോൾ വാൾട്ടർ ആ മണൽപ്പരപ്പിൽ ഇരുന്നു. കണ്ണുനീർ പോലെ തെളിഞ്ഞ തിരമാലകൾ പാദങ്ങളെ തഴുകി. അയാൾ പതിയെ പുറകോട്ട് ചാഞ്ഞു കിടന്നു. വാൾട്ട്. കാറ്റുപോലെ ഒരു വിളിയൊച്ച കേട്ടു. തൂവെള്ള കുപ്പായം ധരിച്ച അതിസുന്ദരിയായ ഒരു സ്ത്രീ അയാൾക്ക് മുമ്പിൽ പുറംതിരിഞ്ഞ് സാവധാനം തെളിഞ്ഞു വന്നു. വാൾട്ടറുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം വന്ന് നിറയുകയായിരുന്നു ആ നിമിഷത്തിൽ. എങ്കിലും അയാൾ നിശബ്ദനായി കരഞ്ഞു. ഒരുപാട് ആഗ്രഹിച്ച ആ സാമീപ്യം അനുഭവിച്ചറിഞ്ഞപ്പോൾ അയാൾക്കുണ്ടായ ആനന്ദം വിവരണാതീതമായിരുന്നു.